തൃശ്ശൂർ വെള്ളിക്കുളങ്ങര നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടി. അനീഷയാണ് ഈ 2 കുട്ടികളെയും കൊന്നു കുഴിച്ചുമൂടിയത്. അനീഷ ഭവനെന്ന് പറയുന്ന ഒരു പയ്യനുമായി പ്രണയത്തിലാവുകയും വർഷങ്ങൾ കൊണ്ടുള്ള പ്രണയം, അവർ പ്രണയിച്ചു. അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയി. അമ്മ ആദ്യമൊക്കെ എതിർത്തായിരുന്നു, ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അനീഷ കേട്ടില്ല, ഇത് തുടർന്നു കൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ ആയി. കല്യാണമൊന്നും കഴിച്ചില്ല. കല്യാണമൊന്നും കഴിക്കാതെ തന്നെ ഈ അനീഷ പ്രഗ്നൻ്റ് ആവുകയും ആദ്യം 2021 ആദ്യം ഒരു കുട്ടി ജനിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കുട്ടിയൂടെ ജനിക്കുന്നു. അപ്പോഴീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ പ്രസവിച്ചതിൻ്റെ പേരിൽ അത് വെളിയിൽ അറിഞ്ഞാൽ അതൊരിതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടി എന്തോന്ന് ചെയ്ത് ഈ 2 കുട്ടികളെയും ആദ്യം പ്രസവിച്ചതിനെയും കൊന്നു കുഴിച്ചുമൂടി. എന്നിട്ട് രണ്ടാമത്തെ കുട്ടിയെയും ഇതുപോലെ കുഴിച്ചുമൂടി. ഒരു കുട്ടിയെ കുഴിച്ചിടുന്നത് ഭവൻ്റെ വീട്ടിൻ്റെ അടുത്ത്, അവൾ സ്നേഹിച്ചിരുന്ന പയ്യൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്താണ് ഒരു കുട്ടി. അത് തോട്ടിൽ കുഴിച്ചിടുന്നു. രണ്ടാമത്തതിനെ ഈ അനീഷയുടെ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് കുഴിയെടുത്ത് കുഴിച്ചിടാനുള്ള വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ചിടാൻ ശ്രമിക്കുകയും അപ്പോഴേ ഈ ബക്കറ്റിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്ന സമയത്ത് അടുത്തുള്ളൊരു സ്ത്രീ കണ്ടായിരുന്നു. അടുത്തുള്ള ആ സ്ത്രീ ബക്കറ്റിൽ എന്തോന്നാണെന്ന് ചോദിച്ചു. കുഴിയെടുക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു അത് വേറൊന്നുമില്ല, അത് റംബൂട്ടാൻ കുഴിച്ചിടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കണ്ടതിൻ്റെ പേരിൽ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് കുഴിയെടുത്ത് കുഴിച്ചിട്ടു. അവർ കാണാതെ. നാട്ടുകാർക്ക് തന്നെ ഇവള് പ്രഗ്നൻ്റ് ആയപ്പോൾ സംശയമുണ്ടായിരുന്നു. വയറ് വീർത്ത് വരുംതോറും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവള് ഒരേ മാസം ചെല്ലുന്തോറും വയറ് വീർത്ത് വരുമ്പോൾ ഇവളെന്തോ ചെയ്യും, തുണി കൊണ്ട് വരിഞ്ഞു മുറുകി വയറ് കെട്ടും. എന്നിട്ട് ലൂസിനുള്ള ഡ്രസ്സ് ഇടും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതായിരുന്നു ഇവളുടെ പരിപാടി. ഈ പയ്യനും കൂടി പറഞ്ഞായിരിക്കും ഓരോ കാര്യങ്ങൾ ഈ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിക്കണത്. ഈ പെൺകുട്ടി പറഞ്ഞു ഇതുപോലെ ഗർഭിണിയാണെന്നും. 2 ഗർഭിണിയായപ്പോഴും ഇങ്ങനെ പറഞ്ഞെങ്കിലും ആ പയ്യനും കൂടി പറഞ്ഞു കൊടുത്താണ് ഈ പെൺകുട്ടിയെ ഇതിൽ നിന്നും ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ലാസ്റ്റ് അത് ഇത്രയും നേരം വിഷമം നിറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെയാണ് ഇത് കോമഡി ആയിട്ട് വരണത്. ഇതിനെ കൊന്നു കുഴിച്ചുമൂടി 8 മാസമായപ്പോൾ ഒരു കുട്ടിയുടെ അസ്ഥി തോണ്ടിയെടുത്തതിന് ശേഷം സൂക്ഷിച്ചു വെച്ചു. പിന്നെ അതിന് ശേഷം മറ്റേ കുട്ടിയുടേത് അതിനെ കുഴിച്ചിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസ്ഥിയും തോണ്ടിയെടുത്തു. എന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ട്. ഇത് തോണ്ടിയെടുത്തു. അതിനുശേഷം ഇവർ സൂക്ഷിച്ചു വെച്ചു. ഈ പയ്യൻ്റെ കൂട്ടുകാരുമൊത്ത് ഇരിക്കുന്ന സമയത്ത് ഈ പയ്യന് ആകെ ഒരു വെപ്രാളം കണക്കായിരുന്നു. മനസ്സിന് ഒരു ടെൻഷൻ കണക്കായിരുന്നു. ഇവള് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ വെളിയിൽ അറിയരുതല്ലോ. കൂട്ടുകാരെടുത്ത് ഇങ്ങനെയല്ല സൂചിപ്പിക്കണത്. ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അസ്ഥികൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങൾ തിരക്കി. പക്ഷേ ഇങ്ങനെ തോണ്ടിയെടുത്തതായിട്ട് ഒന്നും കൂട്ടുകാരെടുത്ത് പറഞ്ഞില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കുകയും അപ്പം അവരിൽ നിന്ന് കിട്ടിയ ഓരോ ഇത് അനുസരിച്ച് ഇവളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇതിന് ശേഷം ഇവർ തങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടിയെ കുഴിച്ചിടുന്ന സമയത്ത് ഇത് മൊബൈലിൽ പകർത്തി, അനീഷ മൊബൈൽ പകർത്തി അത് അവനോട് പറയുകയും ചെയ്തു. പകർത്തി എന്നുള്ള 2 പേർക്കും അറിയാം. മൊബൈലിൽ അവർ പകർത്തിയ ആ ദൃശ്യങ്ങൾ എന്തോ പ്രശ്നം വന്നതിനെ തുടർന്ന് ഇവർ തങ്ങളിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ഇവൻ തല്ലി തകർക്കുകയും അതിനുശേഷം അത് നശിപ്പിച്ച് കളഞ്ഞു. അവർ തങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഇടയ്ക്കുണ്ടായി. ഇവന് തോന്നിയത് ഈ അനീഷയ്ക്ക് ഇവൻ്റെ അടുത്ത് സ്നേഹക്കുറവുണ്ട്, അനീഷയ്ക്ക് വേറെ അടുത്ത ബന്ധമുണ്ട്. വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ അനീഷ പറയാറുണ്ട് ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോണ്. അപ്പോൾ ഇവന് കുറച്ചുകൂടി വൈരാഗ്യമായി. ഈ പയ്യൻ ഈ അസ്ഥി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലോ, സഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അസ്ഥി
അസ്ഥിയുമായിട്ട് എവളെ കൂടെ വഴക്കും കൂടിയതിന് ശേഷം ഫുള്ള് മദ്യപാനിയാണ്. ഈ മദ്യപിച്ചിട്ടാണ് കൂട്ടുകാരെടുത്തായിരുന്നാലും ഒരേ കാര്യങ്ങൾ ചെന്ന് ചോദിക്കുന്നത്. അതുപോലെ മദ്യപിച്ചിട്ട് അവിടെ എവളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഈ നല്ല മദ്യപിച്ചതിന് ശേഷം എന്തോ ഇത് എവളുമായിട്ട് ഈ വാക്ക് തർക്കം ഉണ്ടായതിൻ്റെ പേരിൽ ഈ പയ്യൻ ഇപ്പം ചിരിയാണ് വരണത്. ഈ പയ്യൻ എന്തോ ചെയ്ത് ഈ സഞ്ചിയും തൂക്കി പിടിച്ച് നേരെ ഇപ്പം കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ കൊണ്ട് ചെന്നിട്ട് പറയുന്നു, എൻ്റെ കുട്ടികളുടെ അസ്ഥിയാണ്, ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് ഇതുപോലെ പ്രസവിച്ചു, നമ്മൾ വിവാഹം കഴിച്ചവരല്ലായിരുന്നു, അല്ലാതെ പ്രസവിച്ചു, 2 കുട്ടികളെ പ്രസവിച്ചു. ആ 2 കുട്ടികളെയും അവൾ കുഴിച്ചു മൂടി, എൻ്റെ കുട്ടികളെ അവൾ കുഴിച്ചു മൂടി. ഇപ്പം ആരായി നല്ലവൻ? അവനായി നല്ലവൻ. എവളെന്തോ അവൾ മോശക്കാരിയായി. 2 പേരും കൂടെ ചേർന്നെടുത്ത തീരുമാനങ്ങളാണ് ഇതെല്ലാം. മദ്യപിച്ചതിൻ്റെ പേരിൽ പിന്നെ ഇങ്ങനെ കൊണ്ടു ചെന്ന് അവിടെ ഏൽപ്പിക്കുകയും സഞ്ചിയോടുകൂടി തന്നെ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതവിടെ വാങ്ങിച്ചു വെച്ചു. ഇതപ്പോഴും പോലീസ് വിചാരിച്ചെന്തോന്നാണ്, ഈ അവൻ മദ്യപിച്ചതിൻ്റെ പേരിൽ പറഞ്ഞതായിരിക്കും എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ അനീഷയുടെ വീട്ടിൽ വരുന്നു. പ്രതി അനീഷയുടെ കുറ്റസമ്മതം. 2ാമത്തെ തെളിവെടുപ്പിലാണ് ക്രൂര കൊലപാതകത്തിന്റെ രീതികൾ വിശദീകരിച്ചത്. കുഴിവെട്ടാൻ ഉപയോഗിച്ച തൂമ്പയും കാണിച്ചു കൊടുത്തു. അനീഷ ഇക്കാര്യങ്ങൾ പോലീസിനോട് സമ്മതിക്കുന്ന ദൃശ്യം മനോരമ ന്യൂസിന് ലഭിച്ചു. വയറിൽ തുണികെട്ടി ഗർഭാവസ്ഥ മറച്ചുവെച്ചുവെന്നും യൂട്യൂബ് നോക്കി ശുചിമുറിയിൽ പ്രസവിച്ചെന്നും അനീഷ മൊഴി നൽകിയിട്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് ഇക്കാര്യങ്ങളിൽ സഹായകമായി. മറ്റൊരു പ്രതിയായ ഭവിൻ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എവിടെയാണെന്നൊക്കെ പറഞ്ഞ് പോലീസിന്റെ അടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തല്ലി തകർത്ത ഫോണിൽ തെളിവുകളുണ്ടെന്നാണ് വിവരം. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിഖിൽ ഡേവിസ് ചേരുന്നു. നിഖിൽ, സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥയാണ്. യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നു, 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നു തുടങ്ങി. ഒപ്പം പ്രതിയായ ഭവിൻ തല്ലി തകർത്ത ഫോണിൽ തെളിവുകളുണ്ടെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഫോൺ കണ്ടെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കും. അതിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തുക എന്നത് എത്രമാത്രം വെല്ലുവിളിയാണ് പോലീസിന്? പോലീസിന്റെ തുടർനീക്കം ഇനി എങ്ങനെയായിരിക്കും? വിചിത്രമായ ഒരു കേസായതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി തെളിവുകൾ ഇതിൽ കണ്ടെത്തണം, ഉറപ്പിക്കണം. അല്ലെങ്കിൽ കോടതിയിൽ കേസിനെ വിചാരണയ്ക്കെടുക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. ഇതിനുള്ളിൽ പരമാവധി അന്വേഷിക്കാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. 2021-ലും 2024-ലുമാണ് 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 പ്രസവങ്ങൾ നടന്നത് പുറംലോകം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ വലിയ പാടാണ്. അപ്പോൾ പോലീസും ഇത് ആവർത്തിച്ച് ചോദിച്ച സമയത്ത് ഇവരുടെ വസ്ത്രധാരണ രീതി, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് ഈ സമയത്ത് ഗർഭകാലം മറച്ചുവെച്ചത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇവർ അത്രയും ശ്രദ്ധിച്ചിരുന്നു. അയൽവാസികളുമായിട്ടുള്ള ആ ഒരു ഇടപഴകൽ, എല്ലാ കാര്യത്തിലും അവർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു യൂട്യൂബ് നോക്കി പ്രസവം എടുത്ത് ശുചിമുറിയിൽ പ്രസവം എടുത്തു. യൂട്യൂബ് നോക്കിയാണ് പ്രസവം എടുത്തത്. സ്വന്തമായിട്ടൊക്കെ അങ്ങോട്ട് പ്രസവിച്ചു. അങ്ങനെ എല്ലാം ഒരു ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കുറെ കൂടി അറിവുകൾ ഉണ്ടായി. ലാബ് ടെക്നീഷ്യൻ ആയിരുന്നത് കൊണ്ട് കുറച്ചുകൂടി അറിവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി ഒക്കെ എളുപ്പമായി എന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല ഈ കുഞ്ഞിന്റെ ചിത്രം ഇവർ ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രവും വീഡിയോയും എല്ലാം തന്നെ ഭവിന്റെ ഫോണിലുണ്ട് എന്നുള്ള ഭവിൻ ആദ്യത്തെ കുട്ടിയുടെ ചിത്രങ്ങൾ ഈ കൊന്നിട്ട് കുഴിച്ചിടുന്നതെല്ലാം ഫോണിൽ പകർത്തിയിരുന്നു. അത് ഭവിന് ദേഷ്യം വന്നപ്പം വെള്ളം അടിച്ചിട്ട് വന്ന് ദേഷ്യം വന്ന് തങ്ങളിലുള്ള വാക്ക് തർക്കമായപ്പോൾ അത് അടിച്ച് തകർത്തു. ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിനിടയിൽ ആ ഫോൺ എറിഞ്ഞൊടിച്ചിരുന്നു. ആ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ച് അതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് നടക്കാൻ ഈ പ്രൊസീഡിങ്സ് രാവിലെ 9 മണിയോടുകൂടി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് മേധാവിയായിട്ടുള്ള ഡോക്ടർ ഉന്മേഷ് എത്തി അവിടെ മൃതദേഹം കുഴിച്ചിട്ട കുഴി കുറെ കൂടി പരിശോധിക്കും. എന്തെങ്കിലും അതിൽ നിന്ന് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കിട്ടിയില്ല. അസ്ഥിര ഇച്ചിരി ഭാഗമൊക്കെ കിട്ടി. ബാക്കിയൊക്കെ അവർ തോണ്ടിയെടുത്തായിരുന്നല്ലോ. അയൽവാസി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. എവരാണ് കണ്ടത് ഇതുപോലെ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ സമയത്ത് ചോദിച്ചു. എന്താണെന്ന് അവർ ചോദിച്ചായിരുന്നു. ഇവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് മറഞ്ഞു പോവുകയാണ് ചെയ്തത്. അത് ആ അയൽവാസി പറയുന്നതെന്ന് കേൾക്കാം. അവിടെ നിന്ന് കുളിമുറി പോയി ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവള് ആ ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് തെക്കോട്ട് പോയിരുന്നു. പിന്നെ എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. കുഴി അതൊന്നും കണ്ടില്ല.
കുഴി വഴി കുത്തുന്നത് കണ്ടു, ബക്കറ്റും കൊണ്ട് വരുന്നത്. ഏത് ഭാഗത്തായിരുന്നു കാണിച്ചത്? കുഴി ഏതാ കവുങ്ങിന്റെ നേരെ അപ്പുറത്ത് ഒരു കൊപ്പയുണ്ട്, അതിന്റെ അപ്പുറത്തായിട്ട്. ഇതിനെ ചൊല്ലി ഏതെങ്കിലും തരത്തിലുള്ള സംസാരം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇവരോട് ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇവള് അവിടെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട്. എന്ന് എവിടെ സമയത്ത് തന്നെ കിടയിട്ടും സമയം ഇവളൊരു പരാതി കൊടുത്തു അവിടെ കൊണ്ട്? ഇവളൊരു പരാതി കൊടുത്തു. അത് ഞങ്ങളുടെ കുടുംബം കയറാൻ ഇവള് തല്ലാൻ വന്നു. ഇവളും ഇങ്ങനെ ഇവളെ പറ്റി അനാവശ്യം ഞാൻ പറഞ്ഞു. അവിടെ ടെസ്റ്റ് ഇവള് അനീഷ എന്തോന്ന് ചെയ്ത് ഈ കണ്ട സ്ത്രീയുടെ പേരിൽ അപ്പോൾ തന്നെ കൊണ്ടുവന്നൊരു പരാതി കൊടുത്തു. പരാതി കൊടുത്ത എന്തോന്നാണ്, അനാവശ്യം ഇവൾ പറഞ്ഞുണ്ടാക്കണമെന്നും. ഈ അയൽവക്കത്തെ സ്ത്രീ അവർ കണ്ടല്ലോ, അപ്പോൾ അത് അനാവശ്യം ഇവൾ അനീഷയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കണ്, അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞുണ്ടാക്കണ്, ഇതുപോലെ അവിടെ കുഴിയെടുക്കണത് കണ്ട് എന്നൊക്കെ ഇവർ ആളുകളെടുത്ത് പറഞ്ഞതായിട്ട് കൊണ്ടുവന്ന് അനാവശ്യം അങ്ങനെ പറഞ്ഞുണ്ടാക്കണമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് പരാതി കൊടുത്തു. എന്നിട്ട് പോലീസ് വിളിച്ച് ഇവരെ വഴക്കുറയാണ് ചെയ്തത്. പക്ഷെ അന്ന് പോലീസ് നടപടി എടുത്തില്ല. അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഇപ്പം അസ്ഥി മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് പരിശോധനകളൊക്കെ നടത്താനായിട്ട് കിട്ടുമായിരുന്നു. അന്ന് എവളെ പക്ഷമാണ് കേട്ടത്, വെറുതെയാണ് ഇവർ പറഞ്ഞ് പരത്തുന്നത് എന്നാണ് പറഞ്ഞത്. സാറിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആളെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറ അവരോട്. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല സാറേ, എനിക്ക് എൻ്റെ ഒരു വല്യമ്മയാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞു സാറേ ഇത് ഇല്ലാത്തൊക്കെ വാചകങ്ങളാ, ഇത് പുറത്ത് പോയിക്കണേ എങ്ങനെയെന്ന് അവളെ അമ്മ തന്നെ പറഞ്ഞിട്ടാ, സംഘത്തില് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഈ പെൺകുട്ടിയുടെ അമ്മ സുമതി തന്നെ അവരുടെ സംഘത്തില് പറഞ്ഞിട്ട് അവരുടെ സംഘക്കാരാണ് തൊഴിലുറപ്പില് പറഞ്ഞത്. ഏതൊരു കാര്യം ഉണ്ടെങ്കിലും സംഘത്തിലും തൊഴിലുറപ്പിലും ആണല്ലോ അറിയാം. സംഘം കൂടുമ്പോൾ അവിടെയും ചർച്ച നടത്തും, കുടുംബകാര്യങ്ങളായിരുന്നാലും ഏതൊരു കാര്യമായിരുന്നാലും. അതുപോലെ തൊഴിലുറപ്പ് സ്ഥലത്തും ഇതുപോലെയുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ ആളെ കണ്ടാലും എല്ലാവർക്കും അറിയായിരുന്നു. നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു. അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ നിർണായകമായ സാധനം ചേച്ചി ഇവിടെ കൊണ്ടുവരുന്നത് നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട്. ബക്കറ്റിൽ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞു അത് ചോദിക്കേ മുന്നെ അവരോട് ചോദിക്കുക എന്തിട്ട് ബക്കറ്റിലും ഉണ്ടായി. അപ്പൊ ആങ്ങളെ എടുത്തോൾക്ക് പറഞ്ഞു റംബൂട്ടാൻ തയ്യായിരുന്നു. അത് റംബൂട്ടാൻ തയ്യായിരുന്നു നടാനായിട്ട്. കള്ളി. അങ്ങനെ എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായി. പിന്നെ ഞാൻ ഇന്നലെ ഒരു ന്യൂസിൽ കാണാനിടയായി, പോലീസ് വന്ന് ഇവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നപ്പോൾ അമ്മയങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എൻ്റെ അമ്മോ എൻ്റെ അമ്മച്ചിയേ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറയും. അന്ന് വിചാരിക്കാത്ത എന്തായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇത്രത്തോളം ആയില്ലേ. അപ്പം അവൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ. പിന്നെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ മോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ലാബില് പോണ്ടായിരുന്നു. അപ്പൊ ഇവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിർബന്ധം പിടിച്ചിരുന്നോ വീട്ടില്? അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലേ, അവന് നിർബന്ധമായിരുന്നു. മോളെ ശല്യപ്പെടുത്തിണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് അവൻ ശല്യപ്പെടുത്തിണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. അവൻ എത്ര പ്രാവശ്യം എന്നറിയാണ്ട് മോളെ അവൻ ശല്യപ്പെടുത്തി വരുന്നത്. ഓരോ ഇതികളും പറഞ്ഞിട്ട് അവള് ഇവിടെ കിടന്ന് നോലോളിച്ചിട്ടുണ്ട് അവൻ ശല്യപ്പെടുത്തിയിട്ട്. നിങ്ങളപ്പോ പോലീസിൽ പരാതി കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അതിപ്പോ നിസ്സാരാക്കി ഞാൻ അങ്ങനെ വിട്ടു. പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്തോണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് അത് മുൻപേ കൊടുക്കേണ്ടതായിരുന്നു. ഈ വേറെ വിവാഹം കഴിക്കാൻ പോവായിരുന്നോ മോള്? വേറെ അവനിപ്പായിട്ടുള്ളതില്ലല്ലോ. അപ്പൊ വേറെ നല്ല കേസ് വരികയാണെങ്കിൽ ഇപ്പൊ നടത്തണില്ല, പിന്നെ നടത്താന്ന് പറഞ്ഞു. ഞാൻ നല്ല കേസുകൾ വരികയാണെങ്കിൽ കൊള്ളാം അമ്മച്ചി. 2 കുട്ടികളെ പ്രസവിച്ചിട്ട് ഇനി വേറൊരു പയ്യൻ്റെ തലയിലും കൂടെ അങ്ങോട്ട് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രഹസ്യമായിട്ട് എന്തോന്ന് ചെയ്ത് ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിന് അമ്മച്ചി മോളും കൂടെ അപ്പോഴാണ് പയ്യാടി കൂടെ വേല നടത്തി. ഇതൊക്കെ കേട്ടാൽ പിന്നെ ചിരി വരില്ലേ. ഇയാൾ ഈ പയ്യൻ എന്തോന്ന് ഇത് കുറേ അങ്ങോട്ട് ചാരായം വലിച്ച് കയറ്റിക്കൊണ്ട് സഞ്ചി എടുത്ത് അസ്ഥി കൂടെ എടുത്തും കൊണ്ട് പോടാ നീ ഇങ്ങിന്നാന്ന് ജീവിക്കണ കാണിച്ചു തരാം മറ്റുള്ളവന്മാരോടാ എന്ന് വിചാരിച്ച് സഞ്ചിയും തൂക്കി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് 2 പേരെ അറസ്റ്റ് ചെയ്ത്. 2 പേരെ ഉണ്ട്, അവളെ മാത്രമല്ല, അനീഷയെ മാത്രമല്ല. എന്നാലും അറിയാമായിരുന്നല്ലോ വയറിൽ തുണിയൊക്കെ വലിച്ചിറുക്കി കെട്ടി വയററിയാൻ വയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളവളൊക്കെ കിടക്ക തന്നെ വേണം. അപ്പോഴ് അന്ന് അതൊന്നും തീരുമാനിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്നും. ഇപ്പം
ഇതാ എല്ലാത്തിനും തീരുമാനമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കുറുക്ക് വിളിയായിരുന്നു, അമ്മയെ കെട്ടിപ്പിടിച്ച് കൂട്ടം നിലവിളിയായിരുന്നു. 2 കുരുന്നുകളെ ആ ജീവനുകൾ അതിനെ കൊന്ന് കുഴിച്ചു മൂടി. അത് 2 ആൺകുഞ്ഞുങ്ങളായിരുന്നെന്നാണ് പറയുന്നത്. ഇല്ലാത്തവർക്കെങ്കിലും കൊടുത്തിരുന്ന അത് പിന്നെ വെളിയിൽ അറിയൂലേ. ഇതാവുമ്പം കൊന്ന് കുഴിച്ചു മൂടുമ്പോൾ അറിയും. ഈ 2ാമത്തെ കുട്ടിയെ ഇതിന് എവള് കള്ളത്തരം പറഞ്ഞുണ്ടാക്കി. എവളെ വയറിൽ കിടന്ന് പൊക്കിൾക്കൊടിയായിട്ട് ചുറ്റിപ്പിനഞ്ഞ് കുട്ടി വയറിനകത്ത് തന്നെ മരിച്ചു, കിടന്ന് തന്നെ മരിച്ച് രക്ഷപ്പെടാൻ നോക്കിയത്, മരിച്ചു. അതിന് ശേഷമാണ് അവൾ പ്രസവിച്ച്. അങ്ങനെയാണ് കുഴിച്ചിട്ടത് ആദ്യത്തേത്. 2ാമത്തതിനെ ശ്വാസം മുട്ടിച്ച് ഞാൻ കൊന്ന്. ഒരുപാട് കള്ളത്തരങ്ങൾ മെനഞ്ഞ്. ആ അനീഷയുടെയും ബാബിൻ്റെയും കഥ ഇതാണ്. ആയാലും അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇവൾക്കൊരു സഹോദരനാണ്, അങ്ങനെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്ന എത്ര കണ്ടാലും പഠിക്കൂല. എത്ര കണ്ടാലും ഈ പെൺപിള്ളേർ പഠിക്കാനെന്നും പറഞ്ഞ് പോവും. ഇതുപോലെ 21 വയസ്സിൽ 21 വയസ്സ്, ഇപ്പം 21 വയസ്സായിരിക്കും. അപ്പോൾ അന്ന് എത്ര, ഇപ്പോൾ 2-3 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് 2020. അപ്പോൾ ഇവൾക്ക് എത്ര വയസ്സ്, 18 വയസ്സാകണ്ടേ ഉള്ളൂ സംഭവം. എന്തായാലും കൊള്ളാം.